ഇസ്രയേലും ഇറാനും തമ്മിലുള്ള ഈ സംഘർഷത്തിൻ്റെ പ്രധാന കാരണം ഇറാനിൽ ആണവായുധങ്ങളുണ്ടെന്ന് സംശയമാണ്. ആദ്യം വിചാരിച്ചത് നഥാൻസിലുണ്ടെന്നാണ്, ഇപ്പോൾ പുറത്തു വരുന്നത് ഫൊർദോയിലുണ്ടെന്നാണ്. പക്ഷേ ഫൊർദോയിൽ ആണവായുധങ്ങൾ നശിപ്പിക്കണമെങ്കിൽ ഭൂമി തുരന്ന് കയറാൻ കഴിയുന്ന ആയുധങ്ങൾ വേണമെന്ന് പറയപ്പെടുന്നു. വാസ്തവമുണ്ടോ? വാസ്തവമാണ്. അത് ഇസ്രായേലിൻ്റെ കയ്യിലില്ല. അപ്പോൾ പിന്നെ യുദ്ധം തീരില്ല. ഇതാണ് സിറ്റുവേഷൻ. ഇപ്പോൾ യുദ്ധത്തിൻ്റെ ലക്ഷ്യം ആണവായുധങ്ങൾ മാത്രമാണോ എന്നതിൽ നിന്ന് വികസിച്ച് ഖമനേയിയെ കൂടെ വേണം എന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്ന് ട്രംപിൻ്റെ ഇന്നലത്തെ പ്രസ്താവന പറയുന്നു. ഭരണമാറ്റം. ട്രംപ് വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു, ഖമനേയി സറണ്ടർ ചെയ്യണം, കീഴടങ്ങണം എന്ന് പറഞ്ഞിരിക്കുന്നു. ഖമനേയി കീഴടങ്ങിയാൽ ഖമനേയെ അറസ്റ്റ് ചെയ്യും, ഇറാനിലെ ഭരണകൂടം വീഴും, അല്ലേ? അതെ. പുതിയ ഭരണകൂടം വരും. പുതിയ ഭരണകൂടത്തിന് ഖമനേയെ വിട്ടുകൊടുക്കും. അവരെന്ത് ചെയ്യും? അവർ വിചാരണ ചെയ്യും. വിചാരണ ചെയ്താൽ സദ്ദാം ഹുസൈൻ്റെ വിധിയാണ് ഖമനേയ്ക്ക് വരാൻ പോകുന്നത് ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറയുകയും ചെയ്തു. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, നമ്മുടെ വിഷയം അതല്ല. എങ്ങനെ ഈ യുദ്ധം തീരും? യുദ്ധം തീരണമെങ്കിൽ ഇപ്പം ബെഗിൻ ഡോക്ടറേറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയായി 77 മുതൽ 83 വരെ ഉണ്ടായിരുന്ന മെനേഷാം ബെഗിൻ ഒരു സിദ്ധാന്തം കൊണ്ടുവന്നു. ഇസ്രായേലിന് ആപൽക്കരമായ മാസ് ഡിസ്ട്രക്ഷൻ വെപ്പൺസ്, ആണവായുധങ്ങൾ ലോകത്തിലെ ഏതെങ്കിലും ഇസ്ലാമിക രാജ്യങ്ങൾ ഉണ്ടാക്കിയാൽ അതിനെ നശിപ്പിക്കാനുള്ള അവകാശം ലോകത്താര് സഹായിച്ചില്ലെങ്കിലും ഇസ്രായേലിനുണ്ട്. ഇസ്രായേൽ നശിപ്പിക്കണം. ഇതിൻ്റെ പേരിൽ ഈ സിദ്ധാന്തം പ്രകാരം ഇറാഖിലെ ആണവകേന്ദ്രം തകർത്തിട്ടുണ്ട്. സിറിയയിൽ അസദിൻ്റെ കാലത്ത് രഹസ്യമായി ഉണ്ടാക്കിയ ആണവകേന്ദ്രം തകർത്തിട്ടുണ്ട്. ഇപ്പോൾ ഓപ്പറേഷൻ റൈസിംഗ് ലയണും നടപ്പാക്കുന്നത് ഈ ബെഗിൻ സിദ്ധാന്ത പ്രകാരമാണ്. അപ്പോൾ ആക്രമണം തുടങ്ങിയപ്പോൾ നദാൻസ് തകർന്നു. ഇപ്പോൾ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി പറയുന്നുണ്ട്, ഫോർദോ എന്ന് പറയുന്ന മലയ്ക്കുള്ളിൽ മല തുരന്ന് 1000 അടിയോളം താഴത്തിലാണ് ഫോർദോ ഉണ്ടാക്കിയിരിക്കുന്നത്. ഫോർദോ തകർക്കണം. നേരത്തെ പറഞ്ഞ പോലെ അതിന് പറ്റുന്ന ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇസ്രയേലിനില്ല. ആ ബോംബുകൾ വഹിക്കാൻ പറ്റുന്ന വിമാനങ്ങളും ഇസ്രയേലിനില്ല. ഇതൊരു വലിയ പ്രതിസന്ധിയാണ്. അപ്പോൾ യുദ്ധം തുടങ്ങി, യുദ്ധം തീർത്തേ പറ്റുള്ളൂ. അപ്പോൾ വളരെ സിമ്പിളാണ്. ഫോർദോ നശിപ്പിച്ചാലേ യുദ്ധം തീരൂ. ഫോർദോ നശിപ്പിക്കാനുള്ള ആയുധം ഇസ്രയേലിനില്ല, ഉള്ളത് അമേരിക്കയുടെ കയ്യിലാണ്. അപ്പോൾ 2 കാര്യങ്ങൾ സംഭവിക്കണം. 2 കാര്യങ്ങളിൽ ഒന്ന് സംഭവിക്കണം. ഒന്നെങ്കിൽ അമേരിക്ക ബങ്കർ ബസ്റ്റർ ബോംബുകളും അത് ക്യാരി ചെയ്യാൻ പറ്റുന്ന വിമാനങ്ങളും ഇസ്രയേലിന് കൊടുക്കണം. ഇതുവരെ ഇസ്രയേലിന് അത് കൊടുത്തിട്ടില്ല. ഇസ്രയേലിൻ്റെ പക്കൽ അതില്ല. ഇത് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ലെബനോണിൽ ഈ പറഞ്ഞ പോലെ ഹിസ്ബുള്ളക്കെതിരെ ആക്രമണം നടത്തി ഭൂമിക്കടിയിലെ ഇരിക്കുകയായിരുന്നു ഹസൻ നസറുള്ള. ഹസൻ നസറുള്ളയെ കൊന്നത് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചിട്ടാണെന്ന് എല്ലായിടത്തും വാർത്ത വന്നു. നമ്മളും ചർച്ച ചെയ്തിട്ട് ആ ബോംബിൻ്റെ ചിത്രമൊക്കെ നമ്മൾ കാണിച്ചു. പക്ഷെ നമ്മളിപ്പോഴാണ് അറിയുന്നത് ഇസ്രയേലിന് എന്തില്ല? ബങ്കർ ബസ്റ്റർ ബോംബുകളും അത് വഹിക്കാനുള്ള വിമാനങ്ങളും ഇല്ല. അപ്പോൾ പിന്നെ ലെബനോണിൽ ആരാണ് ആക്രമണം നടത്തിയത്? US ആയിരിക്കും, അമേരിക്ക ആയിരിക്കണം. അത് ഇതുവരെ ആർക്കും അറിയുന്നില്ല. അമേരിക്ക ആയിരിക്കണമല്ലോ. അതെ. അപ്പോൾ ഇപ്പം ഇത് പറയാതെ ഈ രഹസ്യം പുറത്തു വരികയാണ്. കാരണം അന്ന് ഈ പറഞ്ഞ പോലെ അല്ല, അന്ന് കുറച്ച് ബങ്കർ ബസ്റ്റർ ബോംബുകളും അത് വഹിക്കാൻ പറ്റുന്ന വിമാനങ്ങളുടെ കാര്യമൊക്കെ പറയാം. അമേരിക്ക ഇസ്രയേലിന് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അതിപ്പോൾ കയ്യിലുണ്ടെങ്കിൽ അതുകൊണ്ട് പോയി ഇറാനെ ആക്രമിക്കാമല്ലോ. അതും പറ്റുന്നില്ല. അപ്പം ലെബനോണിൽ അന്ന് ഹസൻ നസറുള്ളയെ കൊന്ന ഓപ്പറേഷനിൽ അമേരിക്കൻ എയർഫോഴ്സ് നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് വ്യക്തം. അതാണ് ഇപ്പോൾ വ്യക്തമാകുന്ന ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പോഴും അപ്പോൾ ഒന്നെങ്കിൽ ഈ വിമാനങ്ങളും ബോംബും കൊടുക്കണം, അല്ലെങ്കിൽ അമേരിക്കൻ എയർഫോഴ്സ് രംഗത്തിറങ്ങണം. ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് ഈ ബങ്കർ ബസ്റ്റർ ബോംബുകളിൽ പെട്ടുന്ന GBU 57A ബങ്കർ ബസ്റ്റർ ബോംബുകളുടെ ഒരു ലോഡ് ഇപ്പോൾ ഇസ്രയേലിലേക്ക് അമേരിക്ക അയച്ചിരിക്കുന്നു എന്ന് കേൾക്കുന്നു. അപ്പോൾ ഇസ്രയേലിലേക്ക് ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ അയച്ചാൽ അതവിടെ പട്ടിക്ക് പൊതിയാത്താൻ കിട്ടുന്ന പോലെ ഇരിക്കത്തേ ഉള്ളൂ. ഇത് ക്യാരി ചെയ്തുകൊണ്ട് പോകാനുള്ള എയർക്രാഫ്റ്റ് ഇസ്രയേലിനില്ല, അമേരിക്കയ്ക്കേ ഉള്ളൂ. അപ്പോൾ പിന്നാലെ എന്ത് വരും? വിമാനം വരും. അപ്പോൾ എന്തായാലും GBU 57A എന്ന് പറയുന്ന ബങ്കർ ബസ്റ്റർ ബോംബുകൾ വന്നിട്ടുണ്ട്. ഇത് ആഴത്തിൽ പെനിട്രേറ്റ് ചെയ്ത് തുളഞ്ഞിറങ്ങിയിട്ട് അവിടെ ചെന്ന് സ്ഫോടനം നടത്തും. ഇതാണ് ബങ്കർ ബസ്റ്റർ ബോംബുകളുടെ പ്രത്യേകത. അതായത് ഈ GBU 57A എന്ന് പറയുന്ന ബങ്കർ ബസ്റ്റർ ബോംബുകൾ 13,600 കിലോഗ്രാം വെയിറ്റുള്ള പ്രൊസിഷൻ ഗൈഡഡ് ആണ്. ഈ ലക്ഷ്യം തേടി സഞ്ചരിക്കുന്ന
13,600 കിലോഗ്രാമാണ് ഒരു ബോംബ്. നോക്കണം, ഭീമാകാരനായ ഒരു സാധനമാണ്. ഇവൻ 200 അടി വരെ തുളഞ്ഞു കയറും. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഈ ഫോർദോ എന്ന് പറയുന്ന സ്ഥലം ഒരു മല തുരന്നുണ്ടാക്കി വെച്ചിരിക്കുന്ന ആണവ കേന്ദ്രം 1000 അടി വരെ താഴെയാണ്. അപ്പോൾ ഒരു ബങ്കർ ബസ്റ്റർ ബോംബ് ഇട്ടിട്ട് കാര്യമുണ്ടോ? എത്തില്ല. 5 എണ്ണമെങ്കിലും പോകണം. അപ്പോൾ തുടർച്ചയായിട്ട് ഒരെണ്ണം ഇട്ടിട്ട് അതിൻ്റെ പിന്നാലെ അടുത്ത് ഇടും. ഒരെണ്ണം ഇടുമ്പോഴത്തേക്ക് 200 അടി തുളഞ്ഞിറങ്ങും. അപ്പോൾ 200 അടി ആഴം അപ്പോൾ അവിടെ കിട്ടിക്കഴിഞ്ഞു. അടുത്തത് പിന്നെ 200 അടി പോകും. അങ്ങനെ മിനിമം 5 ബോംബുകൾ ഇട്ടാലേ സമ്പൂർണ്ണമായി ഇത് തീർക്കാൻ പറ്റും. കണക്കാണ്. ചിലപ്പോൾ വേണ്ട, ഒരെണ്ണം ഇടുമ്പോൾ തന്നെ അതിൻ്റെ ആഘാതം കൊണ്ട് ന്യൂക്ലിയർ റിയാക്ടറിന് കേടുപറ്റി പൊട്ടിത്തെറിക്കാം. പക്ഷേ സിമ്പിൾ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് 1000 അടി പോകണമെങ്കിൽ 5 ബോംബുകളുടെ സഞ്ചാരപഥത്തിലേക്ക് 1000-ത്തിലെത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ടണലും ബങ്കറും ഒക്കെ തകർക്കാൻ ഉപയോഗിക്കുന്നതാണ്. ഇത് ഒന്നിന് പിന്നാലെ ഇട്ടിട്ടാണ് തകർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഫോർദോയിൽ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ഫോർദോയിൽ ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇട്ടാൽ അവിടെ ഇവരുടെ പക്കൽ ഇപ്പോൾ ഉണ്ട് എന്ന് സംശയിക്കപ്പെടുന്ന 9 ആണവ ബോംബുകൾ അവർ നിർമ്മിച്ചു കഴിഞ്ഞു എന്നും പറയുന്നുണ്ട്. നിർമ്മിച്ചു കഴിഞ്ഞുവെങ്കിൽ ഈ 9 ബോംബുകൾ അവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ സ്ഫോടനമുണ്ടായാൽ ഒരു അണുവിസ്ഫോടനമായി മാറും. അതിൻ്റെ റേഡിയോ ആക്റ്റീവ് കണങ്ങൾ പുറത്തു വരും. അപ്പോൾ ഒരു വലിയ ഡാമേജ് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഈ ബങ്കർ ബസ്റ്റർ ബോംബ് ഉപയോഗിച്ച് ഫോർദോ തകർക്കാൻ പറ്റുമോ എന്ന കാര്യത്തിൽ ഈ പ്രതിരോധ വിദഗ്ധന്മാർ സംശയം പറയുന്നുണ്ട്. പക്ഷേ ഒരു കമാൻഡോ ഓപ്പറേഷൻ അവിടെ നടത്തിയിട്ട് അതിനുള്ളിൽ ചെന്ന് അത് ദോഷകരമല്ലാത്ത തരത്തിൽ ഡിഫ്യൂസ് ചെയ്യാനുള്ള പ്രവർത്തനമായിരിക്കുമോ നടത്താൻ പോകുന്നത് എന്നൊരു ആശങ്കയും പറയുന്നുണ്ട്. ഏതായാലും നമുക്ക് അതവിടെ നിൽക്കട്ടെ. യുദ്ധകാര്യങ്ങൾ നമ്മളെല്ലാം തീരുമാനിക്കും. നമുക്ക് ഈ ബങ്കർ ബസ്റ്റർ ബോംബുകളെ കുറിച്ച് പറയാം. അതായത് ഈ ഖൂം സിറ്റി എന്ന് പറയുന്നൊരു നഗരമുണ്ട്. ടെഹ്റാൻ്റെ ഏതാണ്ട് 95 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ തെക്ക് പടിഞ്ഞാറായിട്ട്. ഈ ഖൂം സിറ്റി ഇവരുടെ പ്രധാനപ്പെട്ട സെമിനാരികൾ, ഷിയ മതം പഠിപ്പിച്ച് മതപണ്ഡിതന്മാരെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറി ഉണ്ട് ഖൂം സിറ്റിയിൽ. അവിടെ മദ്രസയാണ്, കോളേജ് എന്ന് പറയാം. അവിടെയാണ് അതിനവിടെ നിന്ന് 95 കിലോമീറ്റർ അടുത്തിട്ടാണ് ഈ ഫോർദോ എന്ന് പറയുന്ന ആണവ കേന്ദ്രം മലയ്ക്കുള്ളിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇത് 2006 നിർമ്മാണം തുടങ്ങി. 2009 ഇറാൻ തന്നെ സമ്മതിച്ചു, ഞങ്ങൾ ഫോർദോയിൽ ഒരു ആണവ പരീക്ഷണശാല ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയേണ്ടി വന്നു. കാരണം അമേരിക്ക അറിഞ്ഞു, ഇസ്രായേൽ അറിഞ്ഞു, പിന്നെ മൂടി വെക്കാൻ പറ്റില്ല. അറിഞ്ഞ് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി അത് ക്ലെയിം ചെയ്തു, ഞങ്ങൾക്ക് പരിശോധിക്കണം എന്നുള്ള അവകാശവാദം ഉന്നയിച്ചൊക്കെ വന്നപ്പോഴത്തേക്ക് ഇങ്ങനൊരു സാധനം ഉണ്ടെന്ന് ഇറാന് സമ്മതിക്കേണ്ടി വന്നു. ഇതാണ് ഇതിനു ചുറ്റും ഇറാൻ്റെയും റഷ്യയുടെയും മിസൈലുകൾ ഒരുക്കി ഫോർദോയ്ക്ക് സംരക്ഷണം ഒരുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുന്നത് ഈ ബങ്കർ ബസ്റ്റർ GBU 57A കാറ്റഗറിയിൽ പെടുന്ന 13,600 കിലോഗ്രാം ഭാരമുള്ള ഈ ബോംബുകൾ വഹിക്കാൻ പറ്റുന്ന വിമാനം ഏതാണ്? ആ വിമാനം അമേരിക്കയിൽ മാത്രമേ ഉള്ളൂ. B2 സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബറാണ്. ഈ ബോംബർ വിമാനത്തിന് മാത്രമേ ഇത് വഹിക്കാനുള്ള ശേഷിയുള്ളൂ. അത് നോർത്രോപ്പ് ഗ്രൂഡൻ എന്ന് പറയുന്ന കമ്പനിയാണ് ഇത് നിർമ്മിക്കുന്നത്. അവർ നിർമ്മിക്കുന്ന ഈ വിമാനങ്ങളുടെ കാര്യത്തിൽ അവരുടെ പേലോഡ് എന്ന് പറഞ്ഞാൽ 18,000 കിലോമീറ്റർ ഭാരം വഹിക്കാൻ ഈ B2 സ്പിരിറ്റ് ബോംബറുകൾക്ക് പറ്റുമെന്നാണ് ഈ കമ്പനി പറയുന്നത്. പക്ഷേ അമേരിക്കൻ എയർഫോഴ്സ് ഇന്നറിയാമോ? അമേരിക്കൻ എയർഫോഴ്സ് ഈ B2 സ്പിരിറ്റ് വിമാനത്തിൽ ഒരു ബങ്കർ ബസ്റ്റർ ബോംബിട്ടാൽ അതുകൊണ്ട് ഫലം ഉണ്ടാവത്തില്ല. അപ്പോൾ മിനിമം ഒരു വിമാനത്തിൽ 2 ബോംബുകളെങ്കിലും വേണം എന്ന് പറഞ്ഞ് GBU 57A ഈ B2 സ്പിരിറ്റ് വിമാനത്തിൽ 2 എണ്ണം ഘടിപ്പിച്ചു നോക്കി. 2 എണ്ണം ഘടിപ്പിച്ചപ്പോൾ അതിന് കമ്പനി 18,000 കിലോമീറ്റർ പേലോഡേ വഹിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടും ഈ B2 സ്പിരിറ്റിന് 2 എണ്ണം വഹിച്ച് 27,200 കിലോഗ്രാം പേലോഡ് വഹിച്ച് പറക്കാൻ കഴിയും. അതായത് കമ്പനി അവകാശപ്പെട്ടതിനേക്കാളും കരുത്തനാണ് ആര്? B2 സ്പിരിറ്റ് ബോംബർ. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല, ഇതിന് ഈ റീഫ്യൂവൽ ചെയ്യാതെ ഫുൾ ടാങ്ക് അടിച്ചാൽ 11,000 കിലോമീറ്റർ പറക്കാൻ പറ്റുമെന്നാണ്, അത് നിർത്താതെ. അതുപോലെ ഈ ബോംബുകളും വഹിച്ചുകൊണ്ട്. അപ്പോൾ ഇപ്പോൾ റീഫ്യൂവൽ ചെയ്താൽ 18,500 കിലോമീറ്റർ പറക്കാം. അപ്പം ലോകത്ത് എവിടെയും വേണമെങ്കിൽ പറന്നെത്താൻ കഴിയുന്ന തരത്തിലുള്ള സംവിധാനം ഇപ്പോൾ റീഫ്യൂവലിംഗ് സംവിധാനം കൂടി ഉണ്ടെങ്കിൽ ഈ B2 സ്പിരിറ്റ് ബോംബറുകൾക്കുണ്ട്. അപ്പോൾ അമേരിക്കയും ഇസ്രയേലും പറയുന്നു, ഞങ്ങൾ ഇവരുടെ ആണവശേഷിയെ നശിപ്പിക്കും. കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആണവായുധം ഉണ്ടാക്കുന്നതിൻ്റെ വക്ക് വരെ എത്തിയത്
നിങ്ങളിപ്പോൾ അവസാനിപ്പിച്ച് നിങ്ങൾ ന്യൂക്ലിയർ ന്യൂട്രൽ രാജ്യമായി മാറണം എന്നാണ് ഡിമാൻഡ്. ആ ഡിമാൻഡിന് തയ്യാറല്ല എന്ന് ഖമനേയി പറയുന്നു. എല്ലാവർക്കും ഉണ്ടാക്കെങ്കിൽ ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ അവകാശമുണ്ട്. അണവായുധ നിരായുധീകരണ കരാറിൽ നിന്ന് ഞങ്ങൾ പിന്മാറും എന്ന് ഇറാൻ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആത്യന്തികമായി ഈ ബോംബുകൾ അവിടെ വർഷിച്ച് ഫോർദോ തകർക്കപ്പെടണം. അപ്പോൾ അതിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ബോംബുകൾ ഇസ്രയേലിലേക്ക് അയച്ചു. അപ്പോൾ ഇസ്രയേലിലേക്ക് ബോംബ് മാത്രം അയക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ബോംബ് കൊടുത്തിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് ബീറ്റ് ടു സ്പിരിറ്റ് ബോംബറുകളും വരുന്നുണ്ട്. അപ്പോൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ, ചിലപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാവാം, അമേരിക്കൻ ബോംബറുകൾ ഈ ബങ്കർ ബസ്റ്റർ GBU 57A 57A ബോംബുകളുമായി ഇറാനിലേക്ക് ഏതു നിമിഷവും പറന്നിറങ്ങി ഫോർദോയെ തകർത്തു എന്നുള്ള വാർത്ത പുറത്തു വരാം. അങ്ങനെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കാരണം അന്ത്യശാസനം കൊടുത്തു കഴിഞ്ഞു, ഞങ്ങളുടെ ക്ഷമ നേർത്തു വരികയാണ് എന്നാണ് ട്രംപ് പറഞ്ഞത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.